ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്വയംവര പന്തൽ എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രഞ്ജിത്തിൻ്റെ കള്ളക്കളികളെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. രഞ്ജിത്ത് ഒളി ക്യാമറ വെച്ചിട്ട് നമ്മുടെ വേദയുടെ ഡ്രസ്സ് മാറുന്നതും എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹരിതയ്ക്കാണെങ്കിൽ ദേഷ്യം തീർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഹരിത ഒരു ഫോട്ടോഷൂട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കലും ഏതിനും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണെങ്കിൽ സൂര്യയോട് പറഞ്ഞിട്ടാണെങ്കിൽ സൂര്യ കേട്ടിട്ടുമില്ല. അപ്പോൾ സൂര്യനെ അന്ന് അറിയാത്ത പോലെ രാവിലെ പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവർ ബാക്കി എല്ലാവരും നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ ഫുൾ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂര്യ മാത്രം വന്നിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും നല്ല ഭംഗിയിൽ ഫാമിലി ഫോട്ടോ എടുക്കണു, മറ്റ് എല്ലാ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സൂര്യയുടെ കാര്യം പറയുമ്പോൾ സൂര്യയോട് അവൻ നിൽക്കാത്ത ആരുടെ കുറ്റം, നമ്മൾ പറഞ്ഞതല്ലേ രാവിലെ എല്ലാവരോടും ഹരിത പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പത്മ. അങ്ങനെ അച്ഛൻ സൂര്യനെ വിളിക്കലും എന്നിട്ട് ഫോട്ടോ എടുക്കലും ഫുൾ ഫോട്ടോ കോളാക്കലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സൂര്യ കോളാക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദേഷ്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഹരിതയാണെങ്കിൽ എല്ലാ ഫോട്ടോസും എടുത്തിട്ട്, അപ്പോൾ നന്ദിനിയുടെയും സൂര്യയുടെയും മാത്രം ഫോട്ടോ ഇല്ല കേട്ടോ, ബാക്കി എല്ലാ ഫോട്ടോ എടുത്തിട്ട് ഹാളൊക്കെ മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞേ ഇത് ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ലോ, ഇത്ര ഭംഗി ധാരതൊക്കെ അറേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പത്മ അഭിമാനത്തോട് പറഞ്ഞിട്ട് ഹരിത മോളാണ്, ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ അവൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ താൻ കണ്ടിരുന്നു അത് ഒട്ടിക്കുന്നതിന് മുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ. അപ്പോൾ പറയുന്നത് പിന്നെ ഞാൻ കണ്ടിട്ട് എല്ലാം അപ്രൂവ് കൊടുത്തിട്ടാണ് ആയെന്ന് പറഞ്ഞിട്ട് പത്മ. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ നീ ഇതിലെ സൂര്യയുടെ നന്ദിൻ്റെ ഫോട്ടോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ പത്മ പുച്ഛത്തോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അവരും നമ്മുടെ കുടുംബത്തിലെ അംഗമല്ലേ, നിൻ്റെ മോനല്ലേ, നിൻ്റെ മരുമകളല്ലേ നന്ദിനി എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയ പുച്ഛത്തോടുകൂടി നിൽക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ ഇത് കേട്ടിട്ടാണ് ഹരിത വരുന്നത് കേട്ടോ. അപ്പോൾ ഹരിത വന്നപ്പോൾ നമ്മുടെ പത്മ ഒരാളെങ്കിലും വന്നല്ലോ എന്നെ രക്ഷിക്കാനായിട്ട്, അതിന് മോള് പറഞ്ഞ മറുപടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിത ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങളെ നമ്മൾ സൂര്യ നമ്മൾ ക്ഷണിച്ചതല്ലേ, സൂര്യയല്ലേ ഫാമിലി ഫോട്ടോയിൽ നിൽക്കാഞ്ഞത്, എന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ അങ്കിളും കണ്ടതല്ലേ, പോരാഞ്ഞ് അതിനൊക്കെ ഫാമിലി ഫോട്ടോ എന്ന് പറയാൻ പറ്റുമോ, നമ്മുടെ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജേട്ടനെയൊക്കെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാചകക്കാരനെ പിന്നെ മറ്റേ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു കേട്ടോ നന്ദിനിനെ. അപ്പോൾ പത്മ പറയണ്ടേ എന്തിനാ നിർത്തിയത്, മോള് പറഞ്ഞോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, അത് അങ്കിളിന് വിഷമാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ ഇതൊക്കെ ആണോ ഫാമിലി ഫോട്ടോ, അതൊക്കെ നമ്മുടെ അന്തസ്സിന് ചേർന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, നല്ല അടക്കിയിട്ട് പറയുന്നുണ്ട്, ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും രണ്ട് വ്യൂ ആണ്, അതാണ് അതിൻ്റെ വ്യത്യാസം. എന്തായാലും സൂര്യ വന്നാൽ ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്കിൾ പോവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദിനിയും പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എന്താവുമോ നമ്മുടെ സൂര്യ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂര്യ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഫോട്ടോസ് മുഴുവൻ കണ്ടു കേട്ടോ. അപ്പോൾ ആകെ എല്ലാം നോക്കുന്നുണ്ട്, ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ, അന്തസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ അങ്ങനെ പൊക്കുന്നുണ്ട്. ആരുടെ പണിയത് എന്ന് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ പറയുന്നത് ഇത് ആരെ, നമ്മുടെ ഹരിത. എന്നിട്ട് കുറേ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ഇതിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തോ പറയാൻ നോക്കുമ്പോഴേക്കും സൂര്യയുടെ അച്ഛനെ ഉപദേശിക്കൊന്നും വേണ്ട, അച്ഛനല്ലേ പറയാറ്, കുടുംബത്തിൻ്റെ മഹിമ കുറിച്ചിട്ടൊക്കെ എന്നെ പറയാറുണ്ട്, എന്നിട്ട് അച്ഛൻ്റെ ഭാര്യയോട് എന്താ അച്ഛത് പറഞ്ഞ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ വെല്ലുവിളിക്കുന്നുണ്ട് നമ്മുടെ പത്മേനെ. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ നിങ്ങൾ നന്ദിനിയുടെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ഇതൊന്നും ഒഴിവാക്കിച്ചാലും ഈ വീടൊരു നാൾ നന്ദിനിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമയം വരും, ഈ പത്മ എന്നൊക്കെ മാറി നന്ദിൻ്റെ പേരിൽ അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പത്മയ്ക്ക് പുച്ഛാണ്. ഇതൊക്കെ ഞാൻ കുറേ നാളായി കേൾക്കണത്, വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം, വേറെ പണിയിൽ നീ പണി നോക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസം ഈ നന്ദിനിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന കാലം വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെല്ലുവിളിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ നന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദിനി ഇങ്ങനെ ഒന്നും വേണ്ടാതൊക്കെ ഉണ്ട്, ഒക്കെ എഴുതി കൊടുക്കില്ലല്ലോ, ഇപ്പോൾ ഒന്നും പറച്ചില്ലല്ലോ. എന്നാൽ അതിൻ്റെ അടുത്ത് പറയുന്നത്, അതിന് മോളെ നീ ഇതൊന്നും കണ്ട് വിഷമിക്കുന്നു വേണ്ട, ഈ ഫോട്ടോ അല്ലേ അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം, ഇന്ന് ചേട്ടൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പത്മൻ്റെ അടുത്ത് പറയേണ്ടത്, ഇതേ നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമിച്ചു, അത് എന്നെ ക്ഷമിക്കണവരോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കില്ല, അതാണ് ഏറ്റവും വലിയ അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ എന്ന് എൻ്റെ നന്ദിനി എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിതയ്ക്കും മറ്റേ പത്മയ്ക്കൊക്കെ പുച്ഛം കൊണ്ട് വയ്യ, നന്ദിനിയുടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ കാരണം, അച്ഛൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, സൗകര്യമാണെങ്കിൽ നന്ദിനിയോട് ക്ഷമ ചോദിക്കാൻ പറ. എന്നിട്ട് പറയട്ടെ, ആരോടാ ഞാൻ ക്ഷമയുടെ കാര്യമൊക്കെ പറയണേ, അതേക്കുറിച്ച് ഇവർക്കൊക്കെ വല്ലതും അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പുച്ഛിക്കുന്നുണ്ട്, കുറേ വെല്ലുവിളിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ സൂര്യ പോവാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ പിറ്റേ ദിവസം നമ്മുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വേദന ഫ്രണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവള് വർത്താനം പറഞ്ഞ് നിന്നിട്ട് ചോദിക്കാം, എന്തെത്ര വൈകിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വേദ പറഞ്ഞ സ്പെഷ്യൽ സാധനം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട്
അതുകൊണ്ടാണ് വൈകിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ടാണ് പോണത്. അപ്പോൾ രഞ്ജിത്ത് അവിടെ ഇരിക്കേണ്ട കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. രഞ്ജിത്താണെങ്കിൽ ഭയങ്കര ഇപ്പോൾ ഡീസൻ്റ് ആണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണല്ലോ. അപ്പോൾ വന്നിട്ട് വർത്താനൊക്കെ പറയുമ്പോൾ നല്ല ഡീസൻ്റായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം അതാ അവൾ മുറിയിലുണ്ട്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വേഗം ചെല്ലിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് രഞ്ജിത്തിൻ്റെ കയ്യിൽ ഈ ടോയ് കാർ വേദന ഫ്രണ്ട് വന്ന സമയത്ത് തന്നെ ഈ ടോയ് കാർ എടുത്തിട്ട് ഓപ്പണാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വർക്കായിട്ടുണ്ട്, ലാപ്പിലെല്ലാം കാണാം ഈ സാധനം എവിടെ വെച്ചാലും. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയും റൂമിൽ കയറ്റണമല്ലോ. അപ്പോൾ ഈ സമയത്ത് വേഗം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കണ ഇന്ദ്രജിയും ഹസ്ബൻഡും കൂടിയിട്ട് പുറത്തിറങ്ങുകയാണ്, കാരണം ഇവർക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് തന്നെ വേഗം റിമോട്ടിൽ കാറിനെ അങ്ങോട്ട് ഓടിച്ചിട്ട് ഈ ജസ്റ്റ് ആ മിനിറ്റിൽ അങ്ങോട്ട് കയറ്റുകയാണ് കേട്ടോ, റൂമിലേക്ക് കയറ്റിയിട്ട് എല്ലാം നമ്മുടെ രഞ്ജിത്തിന് വ്യക്തമായിട്ട് കാണാനായിട്ട് അവരുടെ സംസാരം കേൾക്കാം, അവർ ഡ്രസ്സ് മാറുന്നത് കാണാം, അങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ രഞ്ജിത്ത്. അപ്പോൾ ഇത് രഞ്ജിത്ത് കൊണ്ട് നടക്കുന്നത് ഒരിക്കൽ സൂര്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞത് എനിക്കിങ്ങനെ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഞാനിത് കളിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ നമ്മുടെ സൂര്യ കളിയാക്കി. അപ്പോൾ അന്ന് പത്മ ഇടപെട്ടിട്ട് നമ്മുടെ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ കളിയാക്കുമ്പോൾ പത്മ പറയുന്നുണ്ട് കേട്ടോ, അതായത് മുന്നേ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പത്മ അങ്ങനെ പറയാം, പിന്നെ കുടിച്ചു കൂത്താനേക്കാൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇങ്ങനത്തെ ഗെയിമൊക്കെ. ഇതൊക്കെ ആരോട് പറയണം മോനെ അപ്പുറത്ത് പോയി കളിച്ചോ എന്നൊക്കെ അന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളുകളികൾ അതിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്യാമറയാണ്, ഇതിലെല്ലാം റെക്കോർഡ് ചെയ്യാമെന്നൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സൂര്യ ദിവസം ഇത് കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.